Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 9 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 4 സബ്ജക്ട്സിന്റെയും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ സബ്ജക്റ്റ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും വരുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, എംകോം 4 സെമസ്റ്ററിലെ 3 സബ്ജക്ട്സിന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെറിവേറ്റീവ്സ്, ഇൻകം ടാക്സ് പാർട്ട് 2, അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ രണ്ട് കൺസെപ്റ്റ്സിന്റെ ഈ 2 ടോപ്പിക്സിന്റെ മിക്സ് ആണ് ഈ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞു, ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. സോ റിസ്ക് മാനേജ്മെന്റിൽ നിന്ന് മിക്കതും 2 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്, മിനിമം ഒരെണ്ണം ഉണ്ടാവും. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, റിസ്ക് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. അതിപ്പോ മാർക്കറ്റ് റിസ്കോ ഡിഫറെന്റ് ടൈപ്സ് എന്തെങ്കിലും നോക്കണം. മാർക്കറ്റ് റിസ്കിന്റെ പലതരത്തിലുള്ള റിസ്കിലെ ഏതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ പ്യുവർ റിസ്ക് പലതരത്തിലുണ്ട്. പ്യുവർ റിസ്ക്, അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് റിസ്ക് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്. സ്പെക്കുലേറ്റീവ് റിസ്ക്, സിസ്റ്റമാറ്റിക്, അൺസിസ്റ്റമാറ്റിക്, കൺട്രി റിസ്ക്. അപ്പോൾ റിസ്കിന്റെ ഡിഫറെന്റ് ടൈപ്സ് നോക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. നിർബന്ധമായും പഠിക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ബേസിക് ടോപ്പിക് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, നിർബന്ധമായും പഠിക്കുക. ഇതിൽ തന്നെയുള്ള പലതരത്തിലുള്ള ഡെറിവേറ്റീവ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പൊ ചോദിക്കുന്നുണ്ട് ടൈപ്സിലെ. ഇപ്പൊ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് എന്താണ്, കമ്മോഡിറ്റി ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് എന്താണ്, തന്നെ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്, പലതരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ഇല്ലേ. സോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കുക കേട്ടോ. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ബേസ് ആണ്. അഗെയിൻ, അണ്ടർലൈങ് അസറ്റ് എന്താണ്, അണ്ടർലൈങ് അസറ്റ് എന്താണ്, നിർബന്ധമായും പഠിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബേസിക്കൽ തന്നെ, സ്പോട്ട് പ്രൈസ് എന്താണ്, അതുപോലെ തന്നെ സ്ട്രൈക്ക് പ്രൈസ് എന്താണ്. ഇതൊക്കെ നമുക്ക് മാറി മാറി വരാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. സ്ട്രൈക്ക് പ്രൈസ് എന്താണ്. ഓക്കെ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, നമ്മൾ വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് റിസ്ക് മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരാറുണ്ട്. എന്താണ് റിസ്ക് മാനേജ്മെന്റ്, അതിന്റെ കൺസെപ്റ്റ് നോക്കി വെക്കുക കേട്ടോ. റിസ്ക് മാനേജ്മെന്റ് എന്താണ്, റിസ്ക് മാനേജ്മെന്റ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി വെക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്, ബേസ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഡെറിവേറ്റീവ്സിലെ ഡിഫറെന്റ് ഞാൻ ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. ഞാനത് താഴെ പറയാം. മെയിൻ ആയിട്ടുള്ള ആ 5 കാര്യങ്ങൾ. ഇപ്പോൾ ഫോർവേഡ് എന്താണ്, ഇത് സെപ്പറേറ്റ് ചോദിക്കാം. ഫ്യൂച്ചേഴ്സ് എന്താണ്, അതുപോലെ തന്നെ ഓപ്ഷൻ എന്താണ്, അതുപോലെ തന്നെ സ്വാപ്സ് എന്താണ്. ഓക്കെ, ഇതൊക്കെ പഠിച്ചിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ മാറി മാറി വരുന്നതാണ്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ് OTC, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ട്രേഡ്, OTC. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ട്രേഡ് എക്സ്ചേഞ്ച് ട്രേഡറിനെ പറ്റിയിട്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിരിക്കണം കേട്ടോ. നമ്മൾ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ഫ്യൂച്ചേഴ്സിൽ തന്നെ ഉള്ളതാണ്, ഇൻഡെക്സ് ഫ്യൂച്ചർ. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്താണ്, അതുപോലെ തന്നെ കറൻസി ഫ്യൂച്ചേഴ്സ് എന്താണ്, പിന്നെ വാറൻസ് എന്താണ്, ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വാറൻസ് എന്താണ്, ലീപ്സ് എന്താണ്, റിപ്പീറ്റ് ചോദ്യം.
ലീവ്സ് എന്താണ്? ഓക്കെ, ലീവ്സ്, സോറി W ഇല്ല, ലീവ്സ് എന്താണ്? സോ ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായി നോക്കേണ്ട ഏരിയാസ് ആണ്. പിന്നെ ഹെഡ്ജ്, അതിൽ പിന്നെ സ്ട്രാഡില്, സ്ട്രാപ്പ്, അങ്ങനത്തെ കുറേ ഏരിയാസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. സ്ട്രാഡില്, സ്ട്രാപ്പ്, ഈ സ്ട്രാഡിൽ തന്നെ ഷോർട്ട്, ലോങ് അങ്ങനെ എടുത്തു വരും കേട്ടോ. ഈ സ്ട്രാഡിൽ തന്നെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഷോർട്ട്, ലോങ്, അങ്ങനെയൊക്കെ. സ്ട്രാപ്പ്, സ്ട്രിപ്പ്, സ്ട്രാങ്കിള്, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നിർബന്ധമായി നോക്കേണ്ട മറ്റൊരു ഏരിയ ആണ്. അതിൻ്റെ വല്ലാണ്ടുള്ള ഡെപ്തിലോട്ടല്ല അതൊക്കെ പഠിക്കണ്ട കേട്ടോ. 280 ഏജിലേക്കുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം. പിന്നെ ഓപ്ഷൻ്റെ ഇതന്നെ പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ ഒക്കെ നോക്കണം. മാറി മാറി വരുന്നതാണ്. പുട്ട് ഓപ്ഷൻ എന്താണ്, അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ എന്താണ്. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ പലതരത്തിലുള്ള ഓപ്ഷനുകളിലെ ഏഷ്യൻ ഓപ്ഷൻ എന്താണ്, ബർമുഡ ഓപ്ഷൻ എന്താണ്, ഇതൊക്കെ നോക്കേണ്ടതാണ്. ബർമുഡ ഓപ്ഷൻ എന്താണ്, ഓക്കെ, നോക്കിയിരിക്കണം. പിന്നെ മറ്റൊരു ചോദ്യമാണ് ഡെൽറ്റ. ഡെൽറ്റ എന്താണ്? പിന്നെ നമ്മൾ ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ളതാണ് കോണ്ടെങ്കോ മാർക്കറ്റ് എന്താണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കോണ്ടെങ്കോ മാർക്കറ്റ് എന്താണ്? പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്പ്രെഡ് എന്താണ്? സ്പ്രെഡ് എന്താണ്? ഹെഡ്ജിങ് എന്താണ്? ഹെഡ്ജിങ് എന്താണ്? ഹെഡ്ജിങ്. പിന്നെ ആർബിട്രേജ് കൺസെപ്റ്റ്, ആർബിട്രേജ് എന്താണ്? ഇതൊക്കെ മാറി മാറി വരുന്നതാണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ് മാർജിൻ സിസ്റ്റം എന്താണ്? മാർജിൻ സിസ്റ്റം എന്താണ്? പിന്നെ ഡെയിലി സെറ്റിൽമെന്റ് കൺസെപ്റ്റ്, ഡെയിലി സെറ്റിൽമെന്റ് എന്താണ്? സോ ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്ന ഏരിയാസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ്. നിങ്ങൾ നിർബന്ധമായും ഈ പറയുന്ന ഏരിയാസ് ഒക്കെ നോക്കിയിരിക്കണം. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. സോ നമുക്ക് 7 എണ്ണത്തിൽ 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. മിക്ക പേപ്പറിലും കണ്ടുവരാറ് 4 എണ്ണം കുഴപ്പമില്ലാത്ത കംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും 3 എണ്ണം പുതിയതായിട്ടുള്ളത്, ഇതുവരെയായിട്ട് ചോദിക്കാത്ത കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 4 എണ്ണം കിട്ടിയിരിക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു സജഷൻ കൂടി നൽകാനുള്ളത് സ്വാപ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ, അത് നോക്കണം. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്, അതിൽ തന്നെ പലതരത്തിലുള്ള സ്വാപ്പ് ഇല്ലേ, അതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. സ്വാപ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 280 ചോദ്യങ്ങൾ. റിസ്കിൽ നിന്ന് 1 2 വരാറുണ്ട്, മിനിമം ഒരെണ്ണം ഉണ്ടാവും. ബാക്കിയുള്ള ഒരു 5-6 ചോദ്യങ്ങളെന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ റിസ്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്കിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ ഡെറിവേറ്റീവ് എന്താണ്, അതിൽ ഞാൻ പറഞ്ഞു ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്പ്, ഓപ്ഷൻ, ഇതൊക്കെ മാറി മാറി വരുന്നതാണ്. പിന്നെ ഡെറിവേറ്റീവ്സിൽ തന്നെ ക്ലാസിഫിക്കേഷനിൽ ഈ പറയുന്ന കമ്മോഡിറ്റി ഡെറിവേറ്റീവ്, ക്രെഡിറ്റ് ഡെറിവേറ്റീവ്, ഇതൊക്കെ നോക്കിയിരിക്കണം. അണ്ടർലൈങ് അസറ്റ് എന്താണ്, സ്പോട്ട് പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസ്, റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, OTC എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് എന്താണ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ തന്നെയുള്ള കറൻസി ഫ്യൂച്ചേഴ്സ്, പിന്നെ വാറൻസ് എന്താണ്, ലീപ്സ് എന്താണ്, സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ, സ്ട്രിപ്പ്, സ്ട്രാപ്പ്, ഇതൊക്കെ നോക്കാം. പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ, ഏഷ്യൻ ഓപ്ഷൻ, ബർമുഡ ഓപ്ഷൻ, ഡെൽറ്റ, കോണ്ടെങ്കോ മാർക്കറ്റ് എന്താണ്, സ്പ്രെഡ് എന്താണ്, ഹെഡ്ജിങ്, ആർബിട്രേജ്, മാർജിൻ സിസ്റ്റം, ഡെയിലി സെറ്റിൽമെൻറ്റ് എന്താണ്, സ്വാപ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നൽകാനുള്ള ഓപ്ഷൻസ്. സോ ഇതിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, സോ പാർട്ട് എയിൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മളിന്ന് ഫിനിഷ് ചെയ്തത്. നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3VTൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.